നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റണം നമ്മുടെ അതിരൂപതയെക്കുറിച്ച്. ആർക്കും അനുകരിക്കാനാവാത്ത ഒത്തിരി ഒത്തിരി നന്മയുടെ ഒരു അനുഭവമാണ് നമ്മുടെ അതിരൂപതയിൽ നമുക്കുള്ളത്. വിശ്വാസത്തോട് താല്പര്യമില്ല, കർത്താവ് ഈശോ മിശിഹായോട് ഇഷ്ടമില്ല, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്, അല്ലേ? പക്ഷേ നമ്മുടെ ഇടയിൽ ഈശോയോട് വലിയ സ്നേഹമുള്ള, കർത്താവിനെ ദൈവമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന, നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ചെറുപ്പക്കാർ ഇന്നുമുണ്ട്. അതാണ് നമുക്കെല്ലാവർക്കും അഭിമാനവും ആശ്വാസവുമായിട്ട് മാറും. എവിടെ ചെന്നാലും വളരെ നല്ല രീതിയിൽ ജീവിച്ച് വളരെ അച്ചടക്കത്തോടെ പഠിച്ച് ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ധാരാളം ചെറുപ്പക്കാർ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ധാരാളം പേരുണ്ട്. നമ്മൾ ഒരാഴ്ച മുമ്പ് ഒത്തിരി ചർച്ച ചെയ്ത ഒന്നാണ് നമ്മുടെ വിമൻസ് ക്രിക്കറ്റിൽ, അല്ലേ? ലോകകപ്പ് വിമൻസ് ക്രിക്കറ്റിൽ ഈ വർഷം ആരാ ജയിച്ചത്? ഇന്ത്യയാണ്. അപ്പം അതിൻ്റെ സെമി ഫൈനൽസിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ഒരു കളി നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കും. കണ്ടോ? നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല ഇപ്പോൾ ക്രിക്കറ്റിനോടൊന്നും? വന്ന് ഞാൻ മാത്രമേ കണ്ടോളൂ എന്ന് തോന്നുന്നത്. അല്ല, അതിൽ ഒരു ക്രൈസ്തവ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് പറയാവോ? ജെമീമ റോഡ്രിഗസ്. 26-25 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, നമ്മുടെയൊക്കെ പ്രായമാണ്. പക്ഷെ അവള് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയും വലിയൊരു സ്റ്റേഡിയം നേരം 65,000-ഓളം ആൾക്കാരുടെ നടുക്ക് വെച്ച് അവൾ നൽകിയ ഒരു സാക്ഷ്യമുണ്ട്. എന്താണത്? ഐ താങ്ക് ജീസസ്. വേറെ ആരില്ലത് പറയൂ. അവള് മാംഗ്ലൂരിയൻ കാത്തലിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ബോംബെയിൽ അവർ സെറ്റിൽഡായി പെന്തക്കോസ്തി ചേർന്നു. അപ്പോഴാണ് ഈശോയെ പ്രഘോഷിക്കാനുള്ള ധൈര്യം ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയൊരു വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ലോകം മുഴുവൻ അവളെ ആരാധിക്കുകയാണ്. കാരണം അവൾ ഒരാൾ നിന്ന് പൊരുതിയാണ് ആ മാച്ച് വിജയിപ്പിച്ചത്. 65,000 ആൾക്കാർ ആർത്ത് വിളിക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. അന്നേരം അവൾ പറഞ്ഞത് ഐ താങ്ക് ജീസസ്. ഞാൻ അവസാന മണിക്കൂറുകളിലായപ്പോൾ തളർന്നു പോകുന്നു തോന്നി. അപ്പോൾ ഞാൻ ഒരു വചനം എന്നോട് തന്നെ ഉരുവിട്ടു. അതെന്താണ്? നീ ശാന്തമായിരിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ പക്ഷെ ഒന്നും കണ്ടിരുന്നില്ല, കണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടോ? ഒന്നും കാണുന്നില്ലേ? നിങ്ങൾ എന്നതാണോ ഈ കാണുന്നത്? ഞാൻ ഓർത്ത ക്രിക്കറ്റ് ആയതുകൊണ്ട് അതേലും കണ്ടു കാണും. ഏതായാലും ഞാൻ ഓർക്കായിരുന്നു, നമ്മുടെ ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്തും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാവുന്നുണ്ട്, അല്ലേ? അത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്തും കർത്താവാണ് രക്ഷകനെന്നും കർത്താവാണ് ഞങ്ങളെ വിജയിപ്പിക്കുന്നതെന്നും കർത്താവാണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നതെന്നും സാക്ഷ്യപ്പെടുത്താനായിട്ട് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്, നമ്മൾ കത്തോലിക്കർക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഈശോയെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ലജ്ജയാണ്. ആരോട് നമ്മൾ പറയുക? കർത്താവ്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒരു സങ്കടം ഉണ്ടായാൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയൂ? ഒരു ബൈബിൾ വാക്യം പറഞ്ഞു കൊടുത്തിട്ട് ഈ ബൈബിൾ വചനം ഉരുവിടാം എന്ന് നിങ്ങൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമോ? പലപ്പോഴും ഇല്ല. കാരണം എന്താ? നമുക്ക് വി ആർ അഷെയിംഡ് ഓഫ് അവർ ഫെയ്ത്ത്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊരു അഭിമാന ബോധം വേണം. ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ച വിശ്വാസമാണ് നമ്മുടേത്. അതുപോലെ ജീവിതത്തിൽ വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വിശ്വാസം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കാനഡയിൽ നമ്മുടെ സീറോ മലബാർ രൂപതയുണ്ട്. അവിടുത്തെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അവരവിടെ സീറോ മലബാർ കത്തീഡ്രൽ പള്ളിയുണ്ട്. അവിടെ നമ്മുടെ 500-600ഓളം കുടുംബങ്ങൾ ആ ഇടവകയിലുണ്ട്. കാനഡയിൽ സീറോ മലബാർ പള്ളി, മലയാളത്തിൽ കുർബാൻ. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, പിതാവേ, ഈ കാനഡയിൽ എല്ലാ വർഷവും ചെറുപ്പക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. അന്നത്തെ കാലത്താട്ടോ, ഇപ്പൊ അത്രയും പോരാ, അത്രയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, അതിൽ പകുതിയോളം പിള്ളേര് സീറോ മലബാർ പള്ളി എവിടാന്ന് അന്വേഷിച്ച് വരും.
അവരെന്നിട്ട് ഞങ്ങളുടെ പള്ളിയിൽ വളരെ സജീവമാണ്. അവർ കുറേ പേര് കൊയറൽ മെമ്പേഴ്സ് ആവും, കുറേ പേര് യൂത്ത് മിനിസ്ട്രിയിലാവും, കുറേ പേര് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നു. അങ്ങനെ വലിയ ഒരു സന്തോഷമാണ് ഇവർക്ക്. എന്നിട്ട് അവർ പറഞ്ഞു, പകുതിയോളം പേര് ആ പ്രദേശത്തോട്ട് വരികയാണ്, ഒരു പള്ളിയിലും പോവുകയില്ല. കാനഡയിലെത്തിയതാന്ന് പറഞ്ഞ് വലിയ സ്വാതന്ത്ര്യമായിട്ട് എവിടെയെങ്കിലും അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്ത് കുറേ പേരുടെ കൂടെയൊക്കെ അങ്ങ് ജീവിക്കുക, പള്ളി പോകുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അതിനകത്ത് കുറേ എണ്ണത്തെ ഞങ്ങൾ തന്നെ പിരിവെടുത്ത് എല്ലാ വർഷവും നാട്ടിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. കാരണം എന്നാ, വെള്ളമടിച്ച് കഞ്ചാവ് അടിച്ച് ജീവിതവും നശിപ്പിച്ച് തെക്ക് വടക്ക് നടക്കുക, കടമാണെങ്കിൽ കൂടുന്നു വീട്ടിൽ. അപ്പം ഇവർ തന്നെ പള്ളിയിൽ കളക്ഷൻ എടുത്തിട്ട് നാട്ടിലോട്ട് വിടും എന്നവർ പറയുകയാണ്. അപ്പോൾ അവരെന്നോട് പറയാതെ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്താണ്, ദേവാലയത്തോടുള്ള ബന്ധത്തിൽ നിലനിന്നാൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ദേവാലയത്തോടുള്ള ബന്ധം പോയി, വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവവിശ്വാസം എല്ലാം പോയി കഴിയുമ്പോൾ ഉള്ള കുഴപ്പം എന്താ, ജീവിക്കാൻ പിന്നെ നമുക്കൊരു ലക്ഷ്യമില്ല. എന്തോ നമ്മുടെ മൂല്യങ്ങൾ, എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയത്തില്ല. എന്നോട് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കാരണം കിട്ടും, ഒരു ജീവിത ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടും. സ്വർഗമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് എവിടെയും പറയാൻ പറ്റും. സ്വർഗമാണ് ലക്ഷ്യം. ആ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം എന്ന് പറയാനായിട്ട് സാധിക്കും. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം, ഈശോയെക്കുറിച്ച് അഭിമാനിക്കണം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കരിയർ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ഇപ്പൊ ഈ കോട്ടയം ഫൊറോനയിലെ പള്ളികളിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ സാമാന്യം നല്ല വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മാതാപിതാക്കളുടെ മക്കളായിരിക്കും നിങ്ങൾ. നന്നായിട്ട് പഠിക്കുന്നവർ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊക്കെ എവിടെ പോയി അപ്രത്യക്ഷരാകും? നമ്മുടെ ചെറുപ്പക്കാരെ നാട്ടിൽ കാണാനില്ല. അതിൻ്റെ ഒരു കാരണം, നമ്മൾ തത്വദീക്ഷയില്ലാതെ, എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ പ്ലാനിങ് ഒന്നും ഇല്ലാതെ വിദേശം സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്നലെ UK പുതിയ നിയമങ്ങളായി. അവിടെ 5 വർഷം ജോലി എന്നും പറഞ്ഞുകൊണ്ടൊന്നും അവിടെ പെർമനന്റ് റെസിഡൻസ് ഒന്നും കിട്ടത്തില്ല, അത് 10 ആക്കി. അതുപോലെ പഠനത്തിനായിട്ട് വന്നവർക്ക് പിന്നെയും കടമകളാണ്, അവരൊന്നും സിറ്റിസൺഷിപ്പ് ഒന്നും കൊടുക്കുകയില്ല. പോയവർക്കെല്ലാം ബുദ്ധിമുട്ടാവുന്ന നിയമങ്ങളാണ് അവർ പാസ്സാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പിള്ളേർക്ക് അറിയാവുന്ന 2 എൻട്രൻസ് പരീക്ഷയേ ഉള്ളൂ. നിങ്ങൾ തന്നെ പറ ഏതൊക്കെയാണ്? എൻജിനീയറിങ്ങും മെഡിസിനും, തീർന്നു. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് 18. പിന്നെ നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഏറ്റവും മുന്തിയ സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കെല്ലാം കൂടെ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, CUET. നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവും. CUET കുറിച്ച് കേട്ടിട്ടുള്ളവർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇത് കോട്ടയം ഫൊറോന ആയതുകൊണ്ടാണ് 11 പേര് കൈപൊക്കിയത് കേട്ടോ. വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കിൽ ആരും കൈപൊക്കത്തില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ? പരിശ്രമിക്കുന്നുണ്ടോ? CUETക്കൊക്കെ പരിശ്രമിക്കണം. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടിയാൽ മതി, ജോലി കിട്ടും. ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ എടുത്തോണ്ട് പോകും ആൾക്കാർ. നമ്മുടെ പിള്ളേർ അവിടെ കഴിയും. തിരുവനന്തപുരത്തുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി, IIST. അതിൻ്റെ പ്രോ വൈസ് ചാൻസലർ നമ്മുടെ അതിരൂപതാംഗമായ കുരുവിളസ്ഥാനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ കത്തോലിക്കരാരെങ്കിലും ഉണ്ടോ? എന്നോട് പറയാം, എൻ്റെ പിതാവേ കത്തോലിക്കർ പോയിട്ട് കേരളീയരില്ല, മലയാളികൾ ഒന്നും ഇല്ല. 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ആ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ISROയിൽ ഇവർക്ക് ജോലി കിട്ടുകയാണ്. നമ്മുടെ പിള്ളേർക്ക് ഒന്നും വേണ്ട. നമ്മുടെ പിള്ളേരെല്ലാം എങ്ങനെങ്കിലും വിദേശത്തേക്ക് പോയി, അവരുടെ പ്രതീക്ഷ എന്നാ, വിദേശത്ത് വിമാനം ഇറങ്ങിയാൽ ഉടനെ അവരുടെ ഗവൺമെൻറ് പ്രത്യേക വണ്ടി വിട്ട് നമ്മളെ സ്വീകരിക്കുന്നു, നമുക്ക് ഏറ്റവും മുന്തിയ താമസ സൗകര്യങ്ങൾ തരുന്നു, നമുക്ക് ആവശ്യത്തിന് പോക്കറ്റ് മണി തരുന്നു, എന്നിട്ട് നമുക്ക് പഠിപ്പിക്കുന്നു, എന്നിട്ട് നമുക്ക് ജോലി തരുന്നു. അങ്ങോട്ട് ചെന്നാൽ മതി, അങ്ങോട്ട് ചെന്നാൽ മതി. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ല മികച്ച അവസരങ്ങൾ നിങ്ങൾ കാണാതെ പോവുകയാണ്. അതാണ് നമ്മുടെ ഒരു വലിയ സങ്കടം. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരെ കാണാനില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ കരിയർ നന്നായിട്ട് ബുദ്ധിപൂർവം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. കഴിവനുസരിച്ച് എവിടെങ്കിലുമൊക്കെ എത്തി പറ്റണം. ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് നമ്മുടെ ആൾക്കാർ എത്ര പേരാണ് വരുന്നത്? വളരെ കുറച്ച് പേര് മാത്രമേ ബിസിനസ് രംഗത്തേക്ക് വരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്നാ? ഒരു ധൈര്യമില്ല. ബിസിനസ് രംഗത്തേക്ക് വരാനായിട്ട് നമുക്ക് ധൈര്യമില്ല. അതേസമയം കേരളത്തിൽ ബിസിനസ്സുകൾ വിജയിക്കുന്നില്ലേ? ഇന്നലെ ഞാൻ ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. ഏഷ്യയിലെ നമ്പർ 1 ഡെന്റൽ പ്രോസ്തെറ്റിക് കമ്പനി. ഡെന്റൽ പ്രോസ്തെറ്റിക് എന്നാന്ന് എനിക്ക് വലിയ പിടിയില്ല, പക്ഷേ നമ്മുടെ ഈ ഡെന്റൽ മേഖലയിലുള്ള എന്തോ ഒരു സംഭവമാണ്, നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ്. ഏഷ്യയിലെ നമ്പർ 1 കമ്പനി എവിടെയാണ്? മൂവാറ്റുപുഴയിലാണ്. നമ്മുടെ ഒരു ചേട്ടൻ നടത്തുന്ന അയാളുടെ കമ്പനി 4000-ഓളം പേർക്ക് ജോലിയുണ്ട്. പക്ഷെ നമ്മളാരും ഇതൊന്നും കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു ജോലിയും കിട്ടുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല ബുദ്ധിപൂർവം നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു നല്ലൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അല്ല ചുമ്മാ നമ്മൾ പ്രണയമാണ്, അതാണ്, വാട്സപ്പാണ്, മെസ്സേജാണ്, ഇൻസ്റ്റയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്നാ കാര്യം? നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും തൊഴിൽ തരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങളെല്ലാം നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ ലക്ഷ്യം മാറരുത്, നല്ല പ്ലാനിങ് വേണം. എന്നിട്ട് നമുക്ക് എത്തിപ്പറ്റാവുന്ന ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങൾ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സ് ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ചേരാവുന്ന ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ ജോലി കിട്ടും. ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സംഭവമാണ് ഹോട്ടൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി കേരളത്തിൽ പോലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി. നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഒരു കോളേജുണ്ട് തിരുവനന്തപുരത്ത്, ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം സൗകര്യങ്ങളുണ്ട്. മീഡിയ മേഖലയിൽ ജോലി കിട്ടും, മീഡിയ വില്ലേജ് നമുക്കുണ്ട്. പക്ഷേ നല്ല രീതിയിൽ കരിയർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം. മൂന്നാമതായിട്ട് ഇതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സഭയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിമാനം വേണം. നമ്മുടെ അതിരൂപത എന്നൊക്കെ പറഞ്ഞാൽ 4 ലക്ഷം ജനങ്ങളുണ്ട്, 500-ലധികം വൈദികരുണ്ട്, 2000-ലധികം സിസ്റ്റേഴ്സ് ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് സ്ഥാപനങ്ങൾ, നമുക്ക് 100-ലധികം എയ്ഡഡ് സ്കൂളുകളുണ്ട്. രൂപത നേരിട്ട് നടത്തുന്ന 100-ലധികം എയ്ഡഡ് സ്കൂളുകൾ, 11 ഡിഗ്രി കോളേജുകൾ നമ്മൾ നേരിട്ട് നടത്തുന്നു. SB കോളേജും അസംഷൻ കോളേജും ഒക്കെ ഉൾപ്പെടെ 11 ഡിഗ്രി കോളേജുകൾ നമ്മുടെ അതിരൂപതയുടെ സ്വന്തമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമാണ് ഇതെല്ലാം. അതുപോലെ കാരുണ്യ ഭവനങ്ങൾ 109 എണ്ണം. അരുവിക്കുഴിയിലുണ്ട് 3 എണ്ണം. നിങ്ങളവിടെയൊക്കെ പോയിട്ടുണ്ടോ? അരുവിക്കുഴിക്കാരൊക്കെ പോയിട്ടുണ്ടോ? അരുവിക്കുഴിയിലെ കാരുണ്യഭവൻ. ഞാനിപ്പോൾ ഒരിടത്ത് കയറിയിട്ടാണ് വരുന്നത്. ദൈവപരിപാലന ഭവനമുണ്ട്, നമ്മുടെ ജോസിയേട്ടൻ നടത്തുന്ന ഭവനമുണ്ട്, CMC സിസ്റ്റേഴ്സിൻ്റെ വക ഭവനമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? പോണം. അവിടെ പോയാൽ നമ്മുടെ ഒത്തിരി അഹങ്കാരമൊക്കെ മാറും. ആ ദൈവപരിപാലന ഭവനത്തിൽ പോയാൽ മതി, നിങ്ങളവിടെ നിലം തൊട്ട് വന്നിക്കാതെ വരത്തില്ല. കാരണം ആ സിസ്റ്റേഴ്സിനെയും അതുപോലെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതുപോലെ 109 ഭവനങ്ങളാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാത്രമുള്ളത്. നമുക്കൊന്ന് കൈയടിക്കരുത്, നല്ല കാര്യമാണ്. നമ്മുടെ സിസ്റ്റേഴ്സാണ് അതിനകത്ത് 85 എണ്ണവും നടത്തുന്നത്. അവർക്കും നമുക്കൊരു കൈയടി കൊടുക്കാം, അല്ലേ? അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലി, അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത്രയും കാരുണ്യ ഭവനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റണം നമ്മുടെ അതിരൂപതയെക്കുറിച്ച്. ആർക്കും അനുകരിക്കാനാവാത്ത ഒത്തിരി നന്മയുടെ ഒരു അനുഭവമാണ് നമ്മുടെ അതിരൂപതയിൽ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ സഭയെയൊക്കെ സ്നേഹിക്കണം. നിങ്ങൾ സഭയെക്കുറിച്ച് നല്ലത് പറയണം, സഭയെക്കുറിച്ച് എന്നും അഭിമാനിക്കണം. അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി നിങ്ങളെല്ലാവരും വളർന്നു വരണം.